അപ്പോൾ ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എൻ്റെ സൈഡിൽ നിന്ന് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് മാത്രം പോരിക്ക, ഞങ്ങൾക്കൊരു പ്രൊഡ്യൂസറെ കൂടെ വേണം. നിങ്ങളുടെ സിനിമയുടെ കഥയൊന്ന് പറയും, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. കഥയുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ നേരെ പോയി ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പറയില്ലായിരുന്നു. ഞങ്ങൾക്ക് കഥയുണ്ടാക്കുക ഒരു പ്രൊഡ്യൂസറും അതിനുശേഷം ആർട്ടിസ്റ്റും അങ്ങനെ ചെയ്തു തന്നാൽ മതി. പിന്നെ വെറൈറ്റി സബ്ജക്റ്റ് ആയിരിക്കട്ടെ, അത് ഞാൻ ഉറപ്പ് തരാം, 100% ഉറപ്പാണ്. പിന്നെ എന്താന്ന് വെച്ചാൽ ഇക്കക്ക് ഞങ്ങൾ അറിയാലോ, കഴിഞ്ഞ 6 വർഷമായിട്ട് ഞങ്ങൾ ഈ ഒരു സിനിമ മേഖലയിൽ തന്നെ ഉള്ളവരല്ലേ. പക്ഷെ ഇപ്പൊ ഭയങ്കര ശോകമാണക്ക, വർക്കൊന്നുമില്ല, ഫുള്ള് പ്രശ്നത്തില. അതുകൊണ്ട് ഞങ്ങളൊരു സിനിമ ചെയ്യാന്ന് തീരുമാനിച്ചു. അപ്പൊ ഇക്കയുടെ സഹകരണം ഞങ്ങൾക്ക് ഫുള്ളായിട്ട് വേണം. എൻ്റെ സൈഡിൽ നിന്ന് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇക്ക ഞങ്ങൾക്കൊരു പ്രൊഡ്യൂസർ ഒപ്പിച്ചിരണം. പടം ഹിറ്റടിപ്പിക്കണ ആരും ഞങ്ങളേറ്റ്. ഇപ്പോഴുള്ള പല പ്രൊഡ്യൂസർമാരും വളരെ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിലുള്ള. എൻ്റെ അറിവിലുള്ള പല പ്രൊഡ്യൂസർമാരും ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ഉണ്ടായിട്ട് പോലും ആലോചിച്ചുകൊണ്ടിരിക്കുക. പ്രൊഡ്യൂസറെ ഞങ്ങൾ അന്വേഷിക്കണ്ടിക്ക. ഈ ഓൺലൈൻ റിലീസിന് ഇപ്പോൾ നല്ല മാർക്കറ്റാണല്ലോ. അതുകൊണ്ട് ഓൺലൈനിൽ ഞങ്ങൾ പടം ഹിറ്റാക്കി കാണിച്ചു തരാം. ഇക്കാക്ക് ഞങ്ങളെ വിശ്വാസം ഉണ്ടായി മാത്രം മതി. എന്തായാലും വർഷങ്ങളായിട്ട് ഞങ്ങൾ സിനിമയിലുള്ളതില്ലേക്ക. സിനിമയുടെ പൾസ് ഞങ്ങൾക്കും കുറച്ചൊക്കെ അറിയാലോ. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഒഴിയാനും പറ്റുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഏതെങ്കിലും പ്രൊഡ്യൂസർമാരുണ്ടോ എന്നൊന്ന് നോക്കട്ടെ. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടവരല്ലേ, നമുക്കൊന്ന് ശ്രമിക്കാം. ശ്രമിച്ചാൽ മാത്രം പോരാ, ചേട്ടൻ എങ്ങനെയെങ്കിലും നടത്തി തരണം. ചേട്ടൻ ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമാണ്. വിജയം പരിശ്രമത്തിന്റെ മുന്നോടിയാണെന്നല്ലേ? എന്താ? അല്ല, അത് തിരിഞ്ഞപ്പം പറഞ്ഞു പോയതാണേ. ഇക്ക ഇത് നടത്തി തന്ന ഞങ്ങളിത് പൊളിക്കും. ഇറങ്ങാം. ശരി, നോക്കട്ടെ. എന്തെങ്കിലും വഴി വന്നാൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളെ വിളിക്കാം. ഓക്കെ. പടച്ചോനെ, മലയാള സിനിമയിലോട്ട് പുതിയ കുറെ മാരണങ്ങൾ കൂടി.